നമസ്കാരം. പ്രാഥമിക റൗണ്ട് പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് ടീം ഇന്ത്യ കടന്നിരിക്കുകയാണ്. എവിടെയൊക്കെ പിഴച്ചു, എവിടെയൊക്കെ നന്നായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂട്ടിയും കിഴിച്ചും ടീം പരിശോധിച്ചു വരികയാണ്. 4 മത്സരങ്ങളിലും ജയിച്ചുവെങ്കിലും തങ്ങൾക്ക് പാളിപ്പോയ കാര്യങ്ങൾ ടീം എഴുതി തള്ളുന്നില്ല. കരുത്തരായ സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യയുടെ സൂപ്പർ 8ലെ ആദ്യ എതിരാളികൾ. നെതർലാൻഡ്സുമായുള്ള അവസാനത്തെ ഗ്രൂപ്പ് മത്സരത്തിൽ ജയിച്ച ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയാകും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ ഇറങ്ങുക. ബാറ്റിംഗിലേക്ക് വന്നാൽ ടോപ്പ് 3യുടെ മോശം പ്രകടനം ഇന്ത്യക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷാൻ കിഷന് മാത്രമാണ് ആദ്യ 3-ൽ ബാറ്റിംഗിൽ തിളങ്ങാൻ സാധിക്കുന്നത്. വെടിക്കെട്ട് ഓപ്പണറും ലോക 1-ാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മ ഇതിനോടകം കളിച്ച 3 ഇന്നിംഗ്സുകളിലും ഡെക്കായിരുന്നു. തിലക് വർമ്മയുടെ കാര്യമെടുത്താൽ T20 ഫോർമാറ്റിന് പറ്റിയ ശൈലിയെല്ലാം മറിച്ച് സ്ലോ ബാറ്റിംഗ് ആണ് 4 മത്സരങ്ങളിലും താരം പുറത്തെടുത്തത്. ഇനി സൂപ്പർ 8ലും തിലകിന്റെ ഈ പ്രകടനം കാണണമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ടോപ്പ് 3യെ ഇന്ത്യ അഴിച്ചു പണിയേക്കുമെന്നുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വരെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി അഭിഷേകിനെ പുറത്തിരുത്തി പകരം സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ മറ്റൊരു ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് വിവരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം മാത്രം കളിക്കുകയും ശേഷിച്ചവയിൽ ബെഞ്ചിലിരിക്കുകയും ചെയ്ത സഞ്ജു സാംസനെ തിരികെ വിളിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടിയിരിക്കുകയാണ്. അസിസ്റ്റന്റ് കോച്ചായ റയാൻ ടെൻഡുഷാറ്റ ഇക്കാര്യത്തിൽ സ്ഥിരീകരണവും നൽകി കഴിഞ്ഞു. എന്തായാലും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു പ്ലേയിങ് 11ൽ പാഡ് കിട്ടുമെന്നുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാച്ച് വിന്നറായ അഭിഷേകിനെ ഒഴിവാക്കാൻ ടീം മാനേജ്മെന്റിന് താല്പര്യമില്ല. ഡക്കുകളുടെ കണക്കുകൾ മറന്ന് മുൻകാല പോരാട്ടങ്ങളെ അടിസ്ഥാനമാക്കി അഭിഷേകിന് വീണ്ടും അവസരം കൊടുക്കാനാകും ടീം ശ്രമിക്കുക. അതേസമയം സഞ്ജുവിനെ തള്ളാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കും ടീം ഇന്ത്യ.